എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. മതി. ധന്യനായ പൗലോസ്ലീഹ എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പം അവരെ എഴുതി ഉറപ്പിക്കുന്നൊരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഒരു പടക്കളത്തിൽ ആയുധധാരിയായി നിൽക്കുന്ന ഒരു പടയാളി യുദ്ധക്കളത്തിൽ ശത്രുവിനോട് പോരാടുന്നത് എങ്ങനെയാണെന്നുള്ള ചിത്രത്തോടെയാണ് 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. എന്നാൽ 18-ാം വാക്യത്തിൽ 10-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ സ്തോത്രം പിശാചിനോട് നമ്മൾ എങ്ങനെ പോരാടണമെന്നാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനകത്ത് നമ്മൾ സ്തോത്രം ധരിക്കേണ്ട ഓരോ ആയുധങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങിയ യുദ്ധം ചെയ്യുന്ന ഒരു പടയാളിയോട് സമനാക്കി വിവരിച്ചിട്ടുണ്ട്. ആ വിവരണത്തിനകത്ത് രക്ഷയെന്ന ശിരസ്ത്രം പറയുന്നുണ്ട്, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുന്നൊരു പദമാണ് ധ്യാനിക്കാൻ പോകുന്നേ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. 3 കാര്യം പൗലോസ് അവിടെ ഊന്നി പറയാ. ഒന്നാമത്തെ കാര്യം, സകലത്തിനും പ്രാർത്ഥിക്കുന്നവരായി തീരണം. 2, ഏതു നേരത്തിനും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകണം. 3, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. ഈ പ്രാർത്ഥന എന്ന പദത്തെയാണ് കർത്താവിൻ്റെ ദാസനെയും ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഭാഗങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ സകല വിഷയത്തിനും നമുക്ക് വേണ്ടത് എന്താണ്? പ്രാർത്ഥന. നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് 2-3 വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ പ്രാർത്ഥന ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. കേട്ടോ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ഉറപ്പ് തരികയാണ്, ഞാൻ വെറുതെ അല്ല ദൈവത്തെ നോക്കിയിരിക്കുന്നത്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഞാൻ നിങ്ങളോടൊരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഒന്നാമത് നമുക്ക് ധൈര്യമുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന ആര് കേൾക്കും? ദൈവം കേൾക്കും. ആമീൻ. അടുത്തിരിക്കുന്ന തൊട്ടേച്ച് പറ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. സ്തോത്രം. നിങ്ങൾക്ക് അത് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. സ്തോത്രം. എന്നുവരെ കാത്തിരിക്കും? ഇയ്യോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. അപ്പോൾ എന്നുവരെ കാത്തിരിക്കും? 1 ദിവസമല്ല, 2 ദിവസമല്ല. സെക്കരിയാവേ, നാട് മുഴുവൻ നിന്നെ നിന്ദിച്ചാലും നിന്റെ കാത്തിരിപ്പിന് ഉടനെ ഒരു മറുപടി ഉണ്ട്. ഓ, മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട. നിൻ്റെയും എൻ്റെയും സമയം കഴിഞ്ഞുപോയി, ദൈവത്തിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. അവൻ തക്ക സമയത്ത് നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അപ്പം നമ്മുടെ ഉറപ്പാണ് ആ പ്രാർത്ഥന. 1 യോഹന്നാന്റെ ലേഖനത്തിലെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് ഇച്ചിരൂടെ ധൈര്യം കിട്ടും. 1 ജോൺ ചാപ്റ്റർ 5 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തുക, അവന്റെ ഇഷ്ടപ്രകാരം. ആരുടെ? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. ചില ആൾക്കാർ ചോദിക്കുക, നീ പ്രാർത്ഥനയ്ക്ക് പോയാൽ
നിങ്ങൾക്ക് വിടുതൽ കിട്ടുമോ? വചനം അറിയാവുന്ന പറയും, എനിക്ക് ധൈര്യമാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം പരിഹാരം തരും. ഒരു ആമയും പറഞ്ഞാട്ട്. ഈ നിങ്ങൾ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ ഒന്ന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തൊട്ടുണർത്താൻ ആഗ്രഹിക്കുന്നത്, വേദപുസ്തകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് യാക്കോബ്. ഞാൻ യാക്കോബിൻ്റെ ചരിത്രം തൊടുന്നില്ല. ചോദ്യം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട യാക്കോബ് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായ കാരണം അറിയാമോ? യാബോക്കടവിലെ ഒറ്റ പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യാൻ പറ്റും? അനുഗ്രഹിക്കപ്പെടാൻ കഴിയും. വർഷങ്ങളായി ഇസഹാക്കും റെബേക്കയെയും ദൈവം യോജിപ്പിച്ചിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ അവിടെ ഉദരം അടയപ്പെട്ടു. ബൈബിൾ വായിക്കുക, ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമി, ഇസഹാക്കിൻ്റെ പ്രാർത്ഥനയാൽ അവൻ്റെ കുടുംബജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തി വെളിപ്പെട്ടു. അപ്പോൾ പ്രാർത്ഥനയിൽ വാഗ്ദത്തം വെളിപ്പെടും, പ്രാർത്ഥനയിൽ അനുഗ്രഹം ഇറങ്ങും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, പ്രാർത്ഥനയിൽ ദൂതന്മാർ ഇറങ്ങും. ഒരു സഭ പ്രാർത്ഥിച്ചപ്പോൾ കുരുങ്ങിക്കിടക്കുന്ന പത്രോസിൻ്റെ കുരുക്കഴിക്കാൻ ദൂതന്മാർ ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാം, വാടിയ മുഖത്തോടിരിക്കണ്ട, ഇവിടെ സന്തോഷത്തോടിരിക്കാം. കാരണം എന്താ? നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളത് നമ്മുടെ ധൈര്യമാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ ഈ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചേ, ഒന്ന് ചോദിച്ചേ, ഈ ധൈര്യം ഉണ്ടോ? വേണ്ട, പുറകെ ചോദിക്കുന്നില്ല, ഈ ധൈര്യം ഉണ്ടോന്ന്. ഏത് ധൈര്യമാണ്? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ആ വാക്യം എല്ലാവരും കേട്ടില്ല, ഒന്നുകൂടെ വായിക്കണം. അത് അവർ പിന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അയ്യോ, ഒന്നുകൂടെ സ്ഫുടമായിട്ട്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, നീ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു, നിന്റെ അപേക്ഷ അവൻ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനുള്ള ധൈര്യമാണ്, നമ്മുടെ ധൈര്യം. അപ്പം ഇന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എൻ്റെ പ്രാർത്ഥന മേളിലെത്തിയെന്നൊരു ധൈര്യം. ഇനി അടുത്ത വാക്യം കൂടെ വൈകി ഇച്ചിരുടെ തെളി. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് നാം അറിയുന്നു. എന്നാൽ അത് ലഭിച്ചെന്ന് പറഞ്ഞോണം കേട്ടോ. അത് കർത്താവിൻ കേട്ടു എന്ന ധൈര്യം മാത്രമല്ല, കേട്ടു എങ്കിൽ അത് ലഭിച്ചെന്നും നിങ്ങൾ വിശ്വസിച്ചോണം. ഒരാമയും വരുന്നില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ അനുഗ്രഹം വെളിപ്പെടുന്നത് പ്രയറില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യും. അപ്പം വേദപുസ്തക വെളിപ്പാടിലോട്ട് നമുക്ക് വരാം. ഇവിടെ എഴുതിയിരിക്കുക, എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കണം. എന്തുവാ? എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കണം. എന്തിനൊക്കെ പ്രാർത്ഥിക്കണം? മോനെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം, സാമ്പത്തിക കടം മാറാൻ പ്രാർത്ഥിക്കണം, ജപ്തി മാറാൻ പ്രാർത്ഥിക്കണം, ബന്ധനം അഴിയാൻ പ്രാർത്ഥിക്കണം, പോരാട്ടം മാറാൻ പ്രാർത്ഥിക്കണം, നന്മ ഒരുങ്ങാൻ പ്രാർത്ഥിക്കണം, അഭിഷേകം. അപ്പം എല്ലാത്തിനും എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിച്ചാൽ മതി. ഒന്ന് തൊട്ടച്ച് പറ, എല്ലാത്തിനും പ്രാർത്ഥിക്കണമെന്ന് പറ. ഒരു വിഷയത്തിനല്ല, എന്തുവാ? എല്ലാത്തിനും പ്രാർത്ഥിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനി നമുക്ക് വചന വെളിപ്പാടിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. ഈ ഫിലിപ്പിയർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ആ ഭാഗം വിടാം. 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് പറ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടലെന്ന് പറ. ഒന്നിനെ കുറിച്ചും. പിന്നെ എന്തിനാ ഇച്ചിരി മോഹമൊക്കെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ വിചാരപ്പെട്ടുകൊണ്ട് നീളം കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ ഒത്തിരി ടെൻഷൻ അടിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ മനസ്സിലാക്കി പറയാം, നമ്മൾ എത്ര ചിന്തിച്ചാലും അതിനൊരന്തം കാണത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പം നാളെ ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യരുത്? ഭാഷക്ക് അങ്ങനെയൊക്കെ പറയാം. ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം. വിചാരപ്പെട്ടുകൊണ്ട് തന്നെ പ്രയോജനം. ഒന്നിനെക്കുറിച്ചും കർത്താവ് നടത്തുമെന്ന് പറയുക. ചില ആൾക്കാർ ചോദിക്കും, സ്തോത്രം ബ്രദറെ, എങ്ങനെ ഇനിയത്തെ കാര്യമൊക്കെ കർത്താവ് നടത്തോടാവേ? വേണ്ട വേണ്ട, അതൊരു ധൈര്യമാണ്. ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളൊരു ധൈര്യമാണ്, ദൈവം നടത്തുമെന്നുള്ളൊരു ധൈര്യമാണ്. ഒരാമയും പറഞ്ഞാട്ട്